students, welcome back to Bosco Campus Vision. In the previous sessions, we were discussing about the various methods and techniques of collecting business information. So with this session, we are moving on to a new topic, that is economic systems. So in this session, we will look into the basic concept of economic systems and the various type of economic system, planned economy, its features, advantages and disadvantages. So an economic system or economic order is a system of production, resource allocation and distribution of goods and services within a society or a given geographic area. So ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, അവിടുത്തെ റിസോഴ്സ് അലൊക്കേഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ. It includes the combination of various institutions, agencies, entities, decision-making processes and patterns of consumption that comprise the economic structure of a given community. So different institutions, agencies, entities, decision-making process, അതുപോലെ തന്നെ patterns of consumption, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഓരോ രാജ്യത്തെയും എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് കൺസംഷൻ, ഇതെല്ലാം ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യം ഡിഫറെൻ്റ് ആണ്. സോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ കറക്റ്റ് ഒരു ഡെഫിനറ്റ് മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പിൾ, പോളിസീസ് ആൻഡ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ എ നേഷൻ ഫോർ യൂട്ടിലൈസിങ് ദ സ്കേഴ്സ് എക്കണോമിക് റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈയിങ് ദ അൺലിമിറ്റഡ് വോൺസ് ഓഫ് പീപ്പിൾ. സോ നമുക്കറിയാം ഹ്യൂമൻസിൻ്റെ വോൺസ് എപ്പോഴും അൺലിമിറ്റഡ് ആണ്. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും അത് സാറ്റിസ്ഫൈഡ് ആവത്തില്ല, അതിങ്ങനെ അൺലിമിറ്റഡ് വോൺസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ വോൺസ് ഒരു പരിധി വരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിളും സ്കേഴ്സുമായിട്ടുള്ള എക്കണോമിക് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു നേഷൻ്റെ പലതരം പ്രിൻസിപ്പിൾസ്, പോളിസീസ്, മെത്തേഡ്സ്, ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. It refers to the principles, policies and methods adopted by a nation for utilizing the scarce economic resources for satisfying the unlimited wants of people. സോ ഓരോ നേഷൻസും അഡോപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, പോളിസീസ്, മെത്തേഡ്സ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ത്യയിലെ പോളിസീസ് ആയിരിക്കത്തില്ല ചൈനയിലെ ആയിരിക്കത്തില്ല യു എസ് എയിലെ ആയിരിക്കില്ല UAE. സോ ഓരോ രാജ്യവും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും പോളിസീസും മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് എവറി എക്കണോമിക് സിസ്റ്റം ലുക്സ് അറ്റ് 3 ബേസിക് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച്, ഹൂ റിസീവ്സ് ദ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്. സോ എല്ലാ എക്കണോമിക് സിസ്റ്റംസും ബേസിക്കലി 3 ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച്, ഹൂ റിസീവ്സ് പ്രൊഡക്ഷൻസ് ഔട്ട്പുട്ട്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത്, എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്കാണ് ഔട്ട്പുട്ടിൻ്റെ വിഹിതം ലഭിക്കേണ്ടത്. സോ ഒരു എക്കണോമിയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്കാണ് ആ പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ട് ലഭിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്കണോമിക് സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നത്. So this is all about the basic concept or meaning of economic system. Next we will look into the different types of economic system. So there are mainly 4 major types of economic system. They are socialist economy or planned economy, capitalist economy or free market economy or market economy, mixed economy, and the last one is command economy or communism. So the 4 major types of economic systems are socialist economy, capitalist economy, mixed economy and communism. So all these economic systems are entirely different from one another. We will look into detail each of these economic systems one by one in detail. The first one is socialist economy. A socialist economy is also known as a planned economy or command economy. So in a planned economy, the factors of production are owned and managed by the government. Thus the government decide what to produce, how much to produce and for whom to produce. So socialist economy അല്ലെങ്കിൽ planned economy എന്ന് പറയുന്നത് ഫുള്ളി ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമിയാണ്. ഇവിടുത്തെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഫുള്ളി ഗവൺമെൻറ് ആണ്.
സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഗവൺമെൻറ് ആണ്. സോ എ പ്ലാൻഡ് എക്കണോമി ഈസ് എ എക്കണോമി വെർ ഓൾ ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ആർ to be done by various sections of the society like individual companies etc. are taken by the government, and therefore citizens of the country do not have a choice. They have to do what government decides for them. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. ഇൻഡിവിജ്വൽസ് ആണെങ്കിലും കമ്പനീസ് ആണെങ്കിലും അവരെടുക്കേണ്ട പ്രൊഡക്ഷൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഡിസിഷൻസ് ഗൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് പറയുന്ന രീതിയിൽ മാത്രമേ അവർക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും ഒക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഡിവിജ്വൽസിനും കമ്പനീസിനും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശമില്ല. അവർക്കൊരു ചോയ്സ് അവൈലബിൾ അല്ല. എന്താണോ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ മൂവ് ചെയ്യാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ക്യൂബ, ലിബിയ, സൗദി അറേബ്യ, ഇറാൻ, നോർത്ത് കൊറിയ ആൻഡ് ബർമ ആർ എക്സാമ്പിൾസ് ഓഫ് പ്ലാൻഡ് എക്കണോമീസ്. സോ ഈ നേഷൻസ് ഒക്കെയാണ് പ്ലാൻഡ് എക്കണോമീസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ക്യൂബ, ലിബിയ, സൗദി അറേബ്യ, ഇറാൻ, നോർത്ത് കൊറിയ, ബർമ ഇതെല്ലാം തന്നെ ഫുള്ളി ഗവൺമെൻറ് കൺട്രോളാണ്. ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും ഓണും മാനേജും ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. So this is all about the basic meaning or concept of socialist economy or planned economy. Next we will look into some of the main features of planned economy. First of all, it is a state or government controlled economy. നമുക്കറിയാവുന്ന കാര്യമാണ്, ആദ്യം മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമിയാണ്. നെക്സ്റ്റ്, ഇറ്റ് ഫോക്കസസ് ഓൺ കളക്റ്റീവ് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി റാദർ ദാൻ ഇൻഡിവിജ്വൽ നീഡ്സ്. സോ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാളും ഈ ഒരു എക്കണോമി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കളക്റ്റീവ് നീഡ്സിനെയാണ്. ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഈ ഒരു എക്കണോമി ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ നീഡ്സിന് മച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നെക്സ്റ്റ്, ഇറ്റ് മോട്ടിവേറ്റ്സ് വർക്കേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദ നാഷണൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ പേഴ്സണൽ ഓർ സെൽഫ് ഇൻട്രസ്റ്റ്. സോ വർക്കേഴ്സിനെ മെയിനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേഷൻ്റെ ഗ്രോത്ത് ആണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, നേഷൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ആണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിന് ഉപരിയായിട്ട് നേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ടോട്ടലി ഡിസ്റിഗാർഡ്സ് ദ പ്രോഫിറ്റ് മോട്ടീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡസ് നോട്ട് പ്രൊമോട്ട് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് എമംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഫ്യൂ സെക്ടേഴ്സ്. ഇൻഡിവിജ്വൽസിൻ്റെ ഒരു തരത്തിലുള്ള പ്രോഫിറ്റ് മോട്ടീവ്സും അവിടെ എൻകറേജ് ചെയ്യില്ല. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കാശിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം കാശുകാരായിട്ടിരിക്കുക അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. എല്ലാവരെയും ഈക്വലി ആണ് കാണുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് ദ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓർ ഫ്യൂ സെക്ടേഴ്സ്. Next, the reward for factors of production such as land, labor, capital and organization are paid on the basis of the value fixed by the government. സോ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്, ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റിവാർഡ്സ് എന്ന് പറയുന്നത് റെൻറ്റ്, വേജസ്, സാലറീസ്, ഇൻട്രസ്റ്റ്, ഇതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വേരിയസ് റിവാർഡ്സ് ഉണ്ട്. സോ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ലേബറിന് വേജസ് എത്രയാണ്, ലാൻഡിന് റെൻ്റ് എത്രയാണ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എത്രയാണ്. സോ ഈ വക കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ വാല്യൂവിൻ്റെ ബേസിസിലാണ് ഇതെല്ലാം നൽകുന്നത്. ആൻഡ് ഫൈനലി, ദ ഗവൺമെൻറ് ഫോർമുലേറ്റ്സ് ഓൾ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കൺസംപ്ഷൻ്റെ എല്ലാ ഡിസിഷൻസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അത് ആരൊക്കെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാൻഡ് എക്കണോമി ഓർ സോഷ്യലിസ്റ്റ് എക്കണോമി. നെക്സ്റ്റ് we will look into some of the main advantages and disadvantages of planned economy. The first advantage is that there is balanced economic development. സോ ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ എല്ലാ റീജിയൻസും ഈക്വലി ഡെവലപ്പ് ചെയ്ത് പോവുക.
ഫ്രണ്ട് എൻഡ് ഏരിയാസും ബാക്ക്വേർഡ് റീജിയൻസും എല്ലാം ഒരുപോലെ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഒരേപോലെ ഡെവലപ്പ് ചെയ്ത് പോവുക. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പ്ലാൻഡ് എക്കണോമീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്: ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഓവർ ഗ്രോത്തോ അല്ലെങ്കിൽ റിസഷനോ അങ്ങനെ ഒരുപാടായിട്ട് സംഭവിക്കാറില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമി ആയിരിക്കും എപ്പോഴും പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് ഗവൺമെൻറ് ആണ് ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത്. പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഫ്ലക്ച്വേഷൻ്റെ ഒക്കെ സാധ്യത വളരെ കുറവാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ റോള് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ, കുറച്ച് ആൾക്കാരുടെ കയ്യിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ്. സോ വെരി റിച്ച് പീപ്പിൾ ആൻഡ് വെരി പുവർ പീപ്പിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. എല്ലാവരിലും ഈക്വലി ആണ് വെൽത്തും ഇൻകവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. സോ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിയാണ് പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓൾഡ് ഏജ് പെൻഷൻ, ചിൽഡ്രൻസ് കെയർ ആൻഡ് സെക്യൂരിറ്റി, ഇതുപോലുള്ള പല സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസും ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. So these are the main advantages of a planned economy. Next we will look into some of the main disadvantages of planned economy. First of all, loss of economic freedom. സോ ഇവിടെ ബേസിക്കലി ഒരു എക്കണോമിക് ഫ്രീഡം ഇല്ല. ഇവിടെ നമ്മൾ വർക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഗവൺമെൻറ് എന്താണോ പറയുന്നത് അതുപോലെയാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഗവൺമെൻറ്റും അതോറിറ്റീസും എന്ത് ഓർഡറാണ് കൊടുക്കുന്നത് അതുപോലെയാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. വർക്കേഴ്സിന് സർട്ടൻ ജോബ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. അത് കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പോലും സാധിക്കില്ല. സോ ബേസിക്കലി ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം ഇത് തന്നെയാണ് പ്ലാൻഡ് എക്കണോമിയുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബ്യൂറോക്രസി ആൻഡ് റെഡ് ടേപ്പിസം. സോ ഇവിടെ എന്ത് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോട് കൂടിയേ സാധിക്കുകയുള്ളൂ. സോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സാങ്ഷൻ ചെയ്ത് തരേണ്ട പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ റെഡ് ടേപ്പിസത്തിനും ബ്യൂറോക്രസിക്കുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ സാങ്ഷൻ ചെയ്യേണ്ട ഫയൽ സാങ്ഷൻ ആവാതെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തന്നെ കെട്ടിക്കിടക്കുന്നതിനെയാണ് നമ്മൾ ഈ റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒത്തിരി ഫയൽസും പ്ലാൻസും ഒക്കെ അപ്രൂവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ പെട്ടെന്ന് നടക്കേണ്ട ചില കാര്യങ്ങൾ പോലും അവിടെ സാങ്ഷൻ ആവാതെ ഇങ്ങനെ കിടക്കും. സോ അത് തന്നെ പ്ലാൻഡ് എക്കണോമിയുടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് ഇന്നോവേഷൻ. സോ ഇവിടെ കോമ്പറ്റീഷനോ അങ്ങനെ പുതിയ ഇന്നോവേഷൻസോ ഒന്നും തന്നെ ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല. എല്ലാം തന്നെ ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണീരിയൽ സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്യൽ ഇവിടെ നടക്കത്തില്ല. ഇന്നോവേഷൻസ് റിവാർഡ്സ് ഒന്നും കൊടുക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എക്കണോമി ബിൽഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റീഷൻ. സോ ഒരു എക്കണോമിയിൽ വേണ്ട കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമേഴ്സിന് നല്ല രീതിയിലുള്ള ഗുഡ്സും സർവീസസും അവൈലബിൾ ആവുകയുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ചീപ്പ് റേറ്റിന് അവൈലബിൾ ആകണമെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ പ്രിവെയിൽ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ പ്ലാൻഡ് എക്കണോമിയിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ്റെ കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്, എന്നാൽ ആ കോമ്പറ്റീഷൻ്റെ ബേസിസിലല്ല, ജസ്റ്റ് അത് ഗവൺമെൻറ് എടുക്കുന്ന ഇനിഷ്യേറ്റീവിൻ്റെ ബേസിസിലാണ്. സോ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വെറൈറ്റി പ്രോഡക്ട്സ് ഒന്നും കസ്റ്റമേഴ്സിന് അവൈലബിൾ ആവില്ല. അവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ആ കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുക. സോ നോൺ എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റീഷൻ ഇസ് അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് എ പ്ലാൻഡ് എക്കണോമി. So these are the main disadvantages or limitations of a planned economy. So in this session we discussed the concept or meaning of economic system and the different types of economic system. We discussed in detail the concept of planned economy or socialist economy, its main features, the various advantages and disadvantages. Hope all are clear with the topic. Thank you.